പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സംരംഭകയായ ആർഷ ജോസാണ്. നമസ്കാരം ആർഷ. നമസ്കാരം മാഡം. ആർഷ ഒരു കേശ സംരക്ഷണത്തിന് ഉപയോഗപ്പെടുന്ന വസ്തുക്കൾ അല്ലെ, പ്രോഡക്ട്സ് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ഒരാളാണ്. അതെ. അപ്പോൾ നമുക്ക് പൊതുവേ സ്ത്രീകൾ പ്രത്യേകിച്ചും മുടിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്ന ആളുകളാണ് അല്ലേ? അതെ അതെ. അപ്പോൾ അവർക്ക് എപ്പോഴും മുടിക്ക് നീളം വേണം, കനം വേണം അല്ലേ? അതെ. അത്തരം കാര്യങ്ങളിൽ പിന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടെൻഷനാവും സ്ത്രീകൾക്ക് പൊതുവെ. അപ്പോൾ ഈ ഒരു നിങ്ങൾ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇത് വിപണനം ചെയ്യാം എന്ന് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? എന്നായിരുന്നു ഇതിനെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാം എന്നുള്ളൊരു ആലോചന വന്നത് എന്നാ? നമ്മൾ കോവിഡ് സമയത്താണ് ഈ ബ്രാൻഡ് തുടങ്ങുന്നത്. ഞാൻ വരുന്ന ഇടുക്കിയിൽ നിന്നാണ്. അപ്പം ഇടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, എല്ലാവിധ ഔഷധ സസ്യങ്ങളും എല്ലാ കാര്യങ്ങളുമായിട്ട് സമ്പന്നമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇടുക്കി. അപ്പോൾ ഞാൻ പഠിച്ചത് കോട്ടയത്താണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ MTech ചെയ്തു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പണ്ട് മുതലേ ഈ പറഞ്ഞ വീട്ടിൽ ഉണ്ടാക്കുന്ന കാച്ചി എണ്ണ, ഈ ഔഷധക്കൂട്ടുകൾ ഇട്ടുണ്ടാക്കുന്ന കാച്ചി എണ്ണയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടുകാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ചേച്ചി അനിയത്തി, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് 3 പേർക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു. മുടി കൊഴിച്ചിലിൻ്റെ ഇഷ്യൂ അതൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ ഫേസ് ചെയ്യുന്നത് ഞാൻ ബാംഗ്ലൂർ എത്തിയപ്പോഴാണ്. ഈ മുടി കൊഴിച്ചിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എന്തിനാണ് ഈ പുറത്തുനിന്ന് ഇത്ര ക്യാഷ് മുടക്കി ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ഫാൻസി വേൾഡിലേക്ക് ഞാനും പോയായിരുന്നു. അതായത് ഞാനും അവിടെ ചെന്നിട്ട് ഈ പല പല ബ്രാൻഡ്സിൻ്റെ പല പല പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നോക്കി, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഞാൻ നാട്ടിലെത്തിയത് കോവിഡ് ടൈമിലാണ്. നമ്മൾ നാട്ടിൽ തിരിച്ചെത്തുന്നത്. എത്തിയ ടൈമിൽ ആണ് എനിക്ക് മനസ്സിലായത് ശരിക്കും നമ്മുടെ കയ്യിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ഒരു കെമിക്കൽസും ഇല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് പുറത്ത് ആൾക്കാർക്ക് അങ്ങനെ അറിയില്ല. പുറത്ത് കടയിലൊക്കെ കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഓയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ കെമിക്കൽസ് ഉണ്ടാവും. മിനറൽ ഓയിൽസ് ആഡഡ് ആണ്. നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലാത്ത കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ആഡഡ് ആണ് ഈ പറയുന്ന പല ബ്രാൻഡ്സിലും. അപ്പം നമുക്ക് പ്യുവറായിട്ടുള്ളൊരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അതെന്തുകൊണ്ട് ആൾക്കാരിലേക്ക് എത്തിച്ചുകൂടാ എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം യൂസ് ചെയ്ത് റിസൾട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടുണ്ടാക്കിയത് എണ്ണയായിരുന്നോ? ആദ്യമായിട്ടുണ്ടാക്കിയത് എണ്ണയായിരുന്നു. ഉപയോഗിക്കുന്ന അതേ എണ്ണ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുന്നത്? അതെ അതെ. ഇത് നമ്മൾ ഒരു ബ്രാൻഡായിട്ട് തുടങ്ങണം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതല്ല. ആക്ച്വലി ഈ കോവിഡ് ടൈമിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, പ്രത്യേകിച്ചും ആൺ സുഹൃത്തുക്കൾ ഉള്ളവർക്ക് ഈ മുടി കൊഴിച്ചിൽ ഈ ഒരു 30s ഒക്കെ ആകുമ്പോഴേക്കും കുറച്ച് കൂടുതലായിരിക്കും, അവർക്ക് ടെൻഷനും കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ അടുത്ത്, അവന് മുടി കൊഴിച്ചിൽ കൂടിയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓയിൽ അവർക്ക് കൊടുത്തിട്ട് അത് അവർക്ക് റിസൾട്ട് ഉണ്ടായി. അവർ വീണ്ടും വീണ്ടും ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മളൊരു ബ്രാൻഡായിട്ട് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വീടുകളിൽ ഉണ്ടാക്കുന്ന എണ്ണ എന്ന് പറയുന്നത് സാധാരണ വെളിച്ചെണ്ണയിൽ അല്ലേ, എന്തെങ്കിലും ചെമ്പരത്തിയോ അല്ലെങ്കിൽ തുളസിയോ അങ്ങനെയൊക്കെ ഇട്ട് നമ്മളൊരു 14 പൊതുവെ ഉപയോഗിക്കുന്നത് അല്ലേ? അതെ. അതല്ലാതെ നിങ്ങൾ ഔഷധക്കൂട്ടുകൾ അതിൽ ചേർത്തോ? എങ്ങനെയാണ് ഉണ്ടാക്കിയത്? നമ്മൾ അവിടെ തന്നെ, നമ്മുടെ അവിടെ പ്യുവർ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഈവൻ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ലോക്കലി സോഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു 14 കൂട്ടം എണ്ണ, പച്ചമരുന്ന്, അതെ അതെ, 14 കൂട്ടം പച്ചമരുന്നുകൾ അവിടെ തന്നെ ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ 7 ദിവസം ഇട്ടിട്ടാണ് നമ്മൾ ഓരോ ബാച്ചും ഉണ്ടാക്കുന്നത്. ശരി. അപ്പം എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ആർഷ ഇത് വീട്ടിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊരു എണ്ണക്കൂട്ട് തയ്യാറാക്കി എണ്ണ ഉപയോഗിക്കുന്നു. പക്ഷെ ഇതൊരു വ്യാപകമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നിങ്ങളത് പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് അതിന് വേണ്ട സാഹചര്യങ്ങൾ, ഒരു ഫാക്ടറി പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂണിറ്റ് ഒക്കെ വേണ്ടേ? നമ്മളിപ്പം നമുക്ക് യൂണിറ്റ് ഉണ്ട്. നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 ലിറ്റർ എണ്ണയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഈ നമ്മുടെ അടുത്തുനിന്ന് യൂസ് ചെയ്തവർ ഇഷ്ടപ്പെട്ട അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ്, അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് അങ്ങനെ ഓർഡേഴ്സ് കൂടാൻ തുടങ്ങി. ഇപ്പം നമുക്ക് അവിടെ ഇടുക്കിയിൽ തന്നെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ശരി. അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്.
എത്ര ദിവസം എടുക്കും ഒരു എണ്ണ തയ്യാറാക്കി എടുക്കാൻ? നമുക്കൊരു 7 to 10 ദിവസം വേണ്ടി വരും ഈ ഓരോ ബാച്ച് ഉണ്ടാക്കിയെടുക്കാൻ. ശരി. അപ്പൊ ആദ്യകാലത്ത് വീട്ടിലെ അമ്മയും നിങ്ങളൊക്കെ കൂടി ആയിരിക്കുമല്ലോ അത് ഉണ്ടാക്കിയിരുന്നത് അല്ലേ? അപ്പൊ അതേ കൂട്ടുകൾ തന്നെയാണോ ഇപ്പോഴും ഉപയോഗിക്കുന്നത്? അളവ് കൂട്ടിയിട്ട് അങ്ങനെയാണോ? അതേ അളവ് മീൻസ് അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നത്. വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ആഡഡ് അല്ല. വെളിച്ചെണ്ണയും നിങ്ങൾ തന്നെ ആട്ടിയെടുക്കുന്നതാണോ? വെളിച്ചെണ്ണ നമ്മുടെ അവിടെ ഇടുക്കിയിൽ കിട്ടുന്ന ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. അപ്പം നമ്മൾ അവരുടെ മില്ലിൽ പോയി കളക്ട് ചെയ്യുവാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ശരി. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തു അല്ലേ? അത് വിപണനം ചെയ്യാൻ തുടങ്ങി. ഇപ്പം അത്യാവശ്യം നന്നായി പോകുന്നുണ്ട് അല്ലേ? അതെ. അന്ന് ഇത് തുടങ്ങുമ്പോൾ അതിനായിട്ടുള്ളൊരു മൂലധനം അതൊക്കെ ആവശ്യമായിരുന്നില്ലേ? നമ്മൾ വലിയ മൂലധനത്തിൽ തുടങ്ങിയ സംഭവം അല്ല ഇത്. ജസ്റ്റ് ആദ്യത്തെ ആ ഒരു 2 ലിറ്റർ എണ്ണയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ അത് ജസ്റ്റ് അതും ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു, അത് ഫ്രണ്ട്സിന് മാത്രം കൊടുത്തു. അതെ. ഇപ്പൊ ഇതെങ്ങനെയാ വിപണനം ചെയ്യുന്നത്? ഇപ്പം കടകളിൽ വെക്കുന്നുണ്ടോ അതോ ഓൺലൈനാണോ വിൽപ്പന? നമുക്ക് ഓൺലൈനാണ്. നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കാനഡ, UK ഇവിടെയൊക്കെ ഷോപ്സിൽ അവൈലബിൾ ആണ് നമ്മുടെ. ശരി. ഓൺലൈനിൽ നമുക്ക് കിട്ടും. നമ്മൾ എല്ലായിടത്തേക്കും അയച്ചു കൊടുക്കാറുണ്ട്. അല്ലേ? എല്ലായിടത്തേക്കും നമ്മൾ ഓൺലൈനിൽ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്താൽ അയച്ചു കൊടുക്കുന്നതാണ്. അവിടെ ഷോപ്സിലും അവൈലബിൾ ആണ്. അത് ശരി. അപ്പോൾ പൊതുവെ ഇപ്പോൾ കടകളിൽ ഇത് വെക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ കടകളിൽ അങ്ങനെ വെച്ച് തുടങ്ങിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അയച്ചു കൊടുക്കാൻ 2-3 ദിവസത്തിൽ എല്ലായിടത്തേക്കും കിട്ടുന്ന കാരണം കടയിൽ വെച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗ്രോയിങ് ഫേസിലാണ്. ഇപ്പോൾ പുതിയൊരു ഫാക്ടറിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടെ കഴിഞ്ഞിട്ട് വേണം. അവിടെ തന്നെയാണ്. അപ്പോൾ ഇത് വീടിനടുത്ത് തന്നെയാണോ ഫാക്ടറി? അതെ. അപ്പോൾ ഇതിന് ഇപ്പോൾ ആർഷയാണോ അതിന് മുന്നിട്ടിറങ്ങിയത്? അതെ. കാര്യം ആ സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്ത ടൈമായിരുന്നു. ഞാൻ ബേസിക്കലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. പറഞ്ഞല്ലോ കോവിഡിന്റെ ടൈമിൽ. ആ സമയത്ത് എനിക്ക് കുട്ടി ഉണ്ടായിട്ട് ഒരു 2 monthsലാണ് ഞാൻ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന് ആവശ്യക്കാർ വന്നപ്പോഴേക്കും പിന്നെ ഇത് ബ്രാൻഡാക്കാം എന്നൊരു തോട്ടിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം ഇതിലിപ്പം ഈ കേശ സംരക്ഷണത്തിന് ഇപ്പം എണ്ണ അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? എണ്ണയുണ്ട്. ഇപ്പൊ ഷാമ്പൂവും കണ്ടീഷണർ ഉണ്ട്, ഹെയർ പാക്ക് ഉണ്ട്, അങ്ങനെ കുറച്ചൊരു 10ഓളം പ്രോഡക്ട്സ് ഉണ്ട്. നമുക്ക് ലിപ് ബാം ഉണ്ട്. എല്ലാം നാച്ചുറൽ ആണ്. അത് ഏതൊക്കെയാണെന്ന് പറയൂ. നമുക്ക് ലിപ് ബാംസ് 2 തരത്തിലുള്ളത് അവൈലബിൾ ആണ്. ബീട്രൂട്ട് ഉണ്ട്, പിന്നെ മിന്റ് ഉണ്ട്. മിന്റ് കൂടുതലും ജെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ചുണ്ട് കറക്കുന്ന പ്രശ്നമുള്ളവർ അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ദന്തപാല ഓയിലുണ്ട്. ദന്തപാല ഓയിൽ ഈ താരൻ മാറാൻ ഭയങ്കര നല്ലതാണ്. അപ്പം അതുണ്ട്. പിന്നെ ഷാമ്പൂ ഉണ്ട്, കണ്ടീഷണർ ഉണ്ട്, റോസ്മേരി വാട്ടർ ഉണ്ട്, അലോവേര ജെല്ലുണ്ട്, പിന്നെ കസ്തൂരി മഞ്ഞളുണ്ട്, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. അത് വീട്ടിൽ തന്നെയാണോ കൃഷി ചെയ്യുന്നത്? അതെ. നമ്മളവിടെ ഒരു ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞ് കൃഷി ചെയ്യിപ്പിക്കുന്നുമുണ്ട്. കാര്യം നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കൂടുതലായത് കാരണം നമ്മൾ തന്നെ ഇത് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്, കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ കസ്തൂരി മഞ്ഞൾ ഉണക്കിയാണോ? ഉണക്കി പൊടിച്ചാണോ? അത് പൊടിയായിട്ടാണ് കൊടുക്കുന്നത്. കാര്യം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒറിജിനൽ അല്ല. മഞ്ഞ കളറുള്ള സാധനം ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ശരിക്കും കസ്തൂരി മഞ്ഞൾ ഒരു ക്രീം കളറാണ്. അത് പലർക്കും അറിയത്തില്ല. ഈ കസ്തൂരി മഞ്ഞൾ മുഖത്തിടുമ്പോഴേക്കും ഒരു തണുപ്പ് വരും മുഖത്ത്. മോക്കൂര് മാറാനൊക്കെ ഭയങ്കര നല്ല സാധനം. പക്ഷെ അത് ഒറിജിനൽ അങ്ങനെ കിട്ടാറില്ല. കട കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം ഒറിജിനൽ അല്ല. കുറെയൊക്കെ ഈ സിന്തറ്റിക് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് വരുന്നുണ്ട്. പിന്നെ നീറ്റൽ വരുമല്ലോ ചിലത് തേച്ചാല്. ശരിക്കും ഉള്ള ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തേക്കുമ്പോഴേക്കും ഒരു ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ് മുഖത്ത് വരുന്നത്. പിന്നെ അതിന്റെ സ്മെല്ലെന്ന് പറഞ്ഞ ഒരു കർപ്പൂരത്തിന്റെ പോലത്തെ സ്മെല്ല. ആ സംഭവം അങ്ങനെ അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ല കസ്തൂരി മഞ്ഞൾ. അത് നമ്മൾ ഒറിജിനൽ തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നത്. അതെ. ശരി. പിന്നെ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഉള്ളത്. അതെ അല്ലേ? അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് എന്താണ്? എണ്ണയാണ്. ഹെയർ ഓയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതെ. അപ്പൊ എല്ലാ ആളുകൾക്കും ഈ എണ്ണ ഉപയോഗിക്കുന്നതിന്റെ ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും യൂസ് ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് മുതലേ യൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് വേറെ ഞാൻ പറഞ്ഞ പോലെ ഒരു കെമിക്കൽസും ആഡഡ് അല്ല. എൻ്റെ മോൾക്ക് ഒരു 3 മാസം ഉള്ളപ്പോൾ മുതൽ ഈ ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈവൻ നമുക്ക് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങാറുണ്ട്. കാര്യം അതിൻ്റെ അകത്ത് വേറെ കെമിക്കൽസ് ഒന്നും ആഡഡ് അല്ല. അതുകൊണ്ട് തന്നെ അതൊരു 4 months, ഇപ്പോൾ ഒരു ബോട്ടിൽ ഓപ്പൺ ആക്കിയാൽ ഒരു 4 monthsൽ അത് തീർക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. കാര്യം പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ട് എണ്ണയായ കാരണം ചിലപ്പം കനച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് ഓപ്പൺ ആക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ പുറത്തേക്കൊക്കെ കുറേ ബോട്ടിൽസ് മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അതിന് പ്രശ്നമില്ല. പക്ഷെ ഓപ്പൺ ആക്കി കഴിഞ്ഞ ഒരു 4-5 മാസത്തിൽ യൂസ് ചെയ്ത് തീർക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ. അപ്പം ഇത്രയും പ്രോഡക്ട്സ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇത്രയും വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നുണ്ട്. അപ്പം ഇത് പാക്കിങ്, ഒരുപാട് തൊഴിലാളികൾ വേണ്ടേ ഇതിന്? പാക്കിങ് നമുക്ക് ഇപ്പം തൊഴിലാളികളുണ്ട്, മെഷീൻസ് വേണ്ടേ? ഉണ്ട്. നമുക്ക് വലിയ മെഷീൻസിലേക്കൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ സ്റ്റിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്, അതിനുള്ള ജോലിക്കാരുണ്ട്. ആർഷ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക്
ഒരുപക്ഷെ പലർക്കും ഇങ്ങനത്തെ കഴിവുകളും അറിവുകളൊക്കെ ഉണ്ടാവും അല്ലെ, മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയ ചില അറിവുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പലരും എനിക്ക് തോന്നുന്നു വെറുതെ കളയുന്ന സമയം അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടാല് നമുക്കൊരു വരുമാനം മാത്രമല്ല, നമ്മള് ആ സ്ത്രീകളെ സ്വയം പര്യാപ്തത നേടുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യും അല്ലെ. അതേക്കുറിച്ച് ആർഷ എന്താ പറയുന്നത്? അതായത് മാഡം, എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മമ്മിയുണ്ട്, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എൻ്റെ പപ്പ 20 വർഷം മുന്നേ മരിച്ചു പോയതാണ്. അപ്പം ഞാൻ ചെറുപ്പത്തിലെ മുതൽ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം എനിക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ ലൈഫ് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു തോട്ട് എനിക്ക് പണ്ടേ ഉള്ളതാണ്. അതായത് അതിങ്ങനെ സ്ത്രീയാണല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ അങ്ങനെയുള്ള ഒരു സംഭവമല്ല. പണ്ട് മുതൽ ഇത് നോർമലൈസ്ഡ് ആണ്. കാര്യം വീട്ടിൽ വേറെ ആരും ചെയ്യാനില്ല. ഞാൻ 8ാം ക്ലാസ്സിലായിരുന്നു പപ്പ മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. എനിക്ക് അനിയത്തിയുണ്ട്, അനിയത്തിക്ക് 7 വയസ്സ്, ചേച്ചി. ഞങ്ങൾ 3 പേരും സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പപ്പ മരിച്ചു പോകുന്നത്. അപ്പം ആ സമയത്ത് വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ മമ്മി ഞങ്ങളെ 3 പേരെ, മമ്മി ടീച്ചറായിരുന്നു, മമ്മി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. മമ്മി തന്നെ എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി എടുത്ത് മമ്മിയാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പം കൊച്ചിലെ മുതൽ എനിക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യണം, അല്ല വേറൊരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് അതിൽ ഭയങ്കര ഇതാണ്. കാര്യം സ്ത്രീകൾക്കെല്ലാം ചെയ്യാൻ പറ്റും. ഇവൻ ഞങ്ങൾ ആ സമയത്ത് വീട്ടിൽ കാറുണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ലേറ്റ് ആയിട്ടൊക്കെ ഞങ്ങൾ വരുമ്പോഴേക്കും വേറെ ആൾക്കാർ പിക്ക് ചെയ്യാൻ വിടാൻ പറ്റാത്ത കാരണം മമ്മി 50ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ച് കാറ് വാങ്ങിച്ച് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ഒരു സ്ട്രോങ് വുമണാണ് എന്നെ വളർത്തിയത്. അപ്പൊ ഇത് ഭയങ്കര നോർമലൈസ്ഡ് ആയിരുന്നു. നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഇറങ്ങി ചെയ്യണം എന്നുള്ള കാര്യം നോർമലൈസ്ഡ് ആയിരുന്നു പണ്ടേ. ഇങ്ങനെ ഒരു തോട്ട് വന്നപ്പോഴേക്കും വേറെ ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ തന്നെ ഇറങ്ങി ഞാൻ തന്നെ ചെയ്യണം, എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എല്ലാത്തിലും ഞാൻ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. ജീവിതത്തിൽ നമ്മളൊരു കാര്യം തീരുമാനിച്ചാല് അത് നടപ്പാക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് അല്ലേ. അവര് ഏത് പ്രതിസന്ധിയും തരണം ചെയ്തു പോകും. അതെ അല്ലേ. അത് തന്നെയായിരിക്കണം ആർഷയുടെ അമ്മയും ചെയ്തത് അല്ലേ. അപ്പൊ 3 പെൺകുട്ടികളാവുമ്പോ പൊതുവെ ആളുകൾ പറയും, 3 പെൺകുട്ടികളെയും കൊണ്ട് ഇവരെന്ത് ചെയ്യും. അതെ, അത് ഞങ്ങൾ കുറെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ ടീച്ചറിന് 3 പെൺകുട്ടികളാണല്ലോ, അവരെ ഇനി പഠിപ്പിക്കണം, കല്യാണം കഴിപ്പിക്കണം, ഇതെല്ലാം കൂടെ ടീച്ചർ എന്ത് ചെയ്യും. പക്ഷെ മമ്മി അതൊന്നും ബോധേഡായിരുന്നില്ല. മമ്മി എല്ലാ കാര്യങ്ങളും ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്തു. ഞങ്ങൾക്ക് 3 പേർക്കും ജോലിയുണ്ട്. ഞാനും അനിയത്തി, ഞങ്ങൾ 2 പേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. എൻ്റെ ചേച്ചി മൈക്രോബയോളജിസ്റ്റ് ആണ്. ഞങ്ങൾ 2 പേരുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും മമ്മി ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് അത് ഞാൻ കണ്ടു വളർന്ന കാരണം ഞങ്ങൾ 3 പേരും ഇൻഡിപെൻഡൻ്റ് ആണ്. അത് തന്നെയാണ് എനിക്കും ചെയ്യാനുള്ള കാര്യം. എനിക്കൊരു കുട്ടിയുണ്ട്, പെൺകുട്ടിയാണ്. എൻ്റെ കുട്ടി ജനിച്ചപ്പോഴാണ് ഞാൻ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എപ്പോഴും മദർഹുഡ് എനിക്ക് ഭയങ്കര കാര്യമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ കുട്ടി വളർന്നു വരുമ്പോഴും ഞാൻ ആ സമയത്ത് ജോലിക്ക് പോവാണ്ട് ഞാൻ ഇരുന്ന് എൻ്റെ കുട്ടിയെ നോക്കുന്ന കൂടെ തന്നെ എൻ്റെ ഒരു ഡ്രീമും ഞാൻ വളർത്തി എന്നുള്ള കാര്യമാണ് എൻ്റെ മോള് കണ്ടു വളരേണ്ടത്. അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യമാണ് പാർട്ട്ണർ. ഇപ്പം നമ്മൾ ആണായാലും പെണ്ണായാലും നമ്മൾ ലൈഫ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുമ്പോഴേക്കും അവരുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. കാര്യം ഇപ്പം ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആളാണ്. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിരുന്നു. ഞാൻ വിപ്രോയിൽ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ കൂടെ വിപ്രോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ആളും. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. അന്നേരം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഭാവിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അപ്പം ഇയാൾ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കാരണം ഇതിനെല്ലാം കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെയാണ് എനിക്ക് കിട്ടിയത്. അതായത് എന്തൊക്കെ പറഞ്ഞാലും പാർട്ട്ണറാണ്, ഈക്വൽ ആണെന്നൊക്കെ ഇപ്പോൾ ഉള്ള ആൾക്കാർ പറഞ്ഞാലും ഒരു കുടുംബം എന്ന് പറയുമ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരുന്നത് ഒരു പെൺകുട്ടിയുടെ തലയിൽ തന്നെ ആയിരിക്കും എന്തായാലും. അതായത് ഇപ്പോൾ ഒരു കുട്ടിയും കൂടെ ആയി കഴിയുമ്പോഴേക്കും ഈക്വലി നോക്കണം എന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞാലും കൊച്ചിന് എപ്പോഴും അമ്മ വേണം. അപ്പോൾ ആ ഒരു സമയത്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഡ്രീംസ് ഒക്കെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കാണ്. അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഈ ഒരു കാര്യം നമ്മൾ പാർട്ട്നേഴ്സിനെ നോക്കുമ്പോഴേക്കും ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ ചെയ്തോ എന്ന് പറയുന്ന ആൾക്കാരെ അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളുടെ ഡ്രീംസ് അതേപോലെ അക്സെപ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ട്. അതെ, നമുക്ക് കുടുംബത്തിൽ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് അച്ഛനും അമ്മയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടുകാരുടെ ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു വിവാഹിതയെ സംബന്ധിച്ച്. ആ ഒരു ഭാഗ്യം ആർഷയ്ക്ക് കിട്ടി. അതെ, അതായത് അതിന് എടുത്തു പറയേണ്ട എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ വീട് ഇവിടെ എറണാകുളത്താണ്. അപ്പൊ എനിക്ക് ഈ ബിസിനസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഇടുക്കിയിൽ നിൽക്കണം, അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആള് ഇവിടെ നിൽക്കാണ്ട് എൻ്റെ കൂടെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം ലൈഫിൽ എന്ത് ഡിസിഷൻ എടുത്താലും എൻ്റെ ബിസിനസ്സിന്
ലൈഫിനെ അതെങ്ങനെ എഫക്റ്റ് ആവും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് അവളുടെ ലൈഫിലെ ഡിസിഷൻസ് എടുക്കുന്നത്. ഈവൻ കരിയറിലായാലും വേറെ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോഴും അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് എങ്ങനെ അത് എന്നെ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ആള് ഡിസൈഡ് ചെയ്യുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ആളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഞാൻ ഇപ്പൊ ഇങ്ങനെ എത്തുമോ എന്നുള്ള കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതെ അതെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് എപ്പോഴും ഒരു താങ്ങായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. അതെ, പിന്നെ പുറത്തുനിന്ന് അധികം സപ്പോർട്ടൊന്നും ആദ്യമേ ഉണ്ടാവാൻ എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. കാര്യം ഇപ്പം എല്ലാവരും പറയും സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യണം, പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേക്കും ഇപ്പം എൻ്റെ അടുത്ത് തന്നെ നമ്മുടെ നാട്ടുകാർ ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് എന്തിനാണ് എണ്ണക്കച്ചവടം കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഈ റീസെൻ്റ്ലി ഇപ്പം ഞാൻ കുറച്ചൊന്ന് ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്ട്സിനെ പറ്റി കുറച്ചുകൂടെ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ ചോദ്യം കുറച്ച് കുറഞ്ഞത്. ഇല്ലെങ്കിൽ ആൾക്കാർ എന്നെ കാണുമ്പോഴും ഇവൻ എൻ്റെ മമ്മിയെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, മോൾ ഇത്രയും പഠിച്ചിട്ട് മോളെ പുറത്തു വല്ലതൊക്കെ ജോലിക്ക് വിടാനുള്ളതിന് എന്തിനാണ് എണ്ണക്കച്ചവടം കൊണ്ട് നടത്തിക്കുന്നേ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ആൾക്കാർ നമ്മളെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഇവക്ക് ഇതാണ് വേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ മോളുടെ ഡ്രീം ഇതാണ്, ഇതിങ്ങനെയാണ്, അവളിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന കുറച്ച് വീട്ടുകാരും പാർട്ണറൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും കാര്യങ്ങൾ. സ്ത്രീകൾ പലപ്പോഴും മുന്നിട്ട് ഇറങ്ങുമ്പോൾ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനെ മറികടന്ന് പോവുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അതെ, മറ്റുള്ളവരെന്ത് പറയും എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടം നടത്തിയെടുക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? ഇപ്പം എനിക്കൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഒരു കാര്യം പഠിക്കണം, അല്ലെങ്കിൽ അതിന് ഇന്നൊരു ജോലി ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ അത് സ്ത്രീക്ക് പറ്റുമോ, പെണ്ണുങ്ങൾ അതിന് പോണോ എന്നുള്ള ഒരു പലപ്പോഴും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണ് പലരും കാണിക്കാറ്. ആ കാര്യം മാഡം പറഞ്ഞത് ഭയങ്കര ശരിയാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. ഇപ്പം ഞാൻ ഇത് ചെയ്യാണ്ട് ഞാൻ കൊച്ചുണ്ടായി കഴിഞ്ഞ ഉടനെ ജോലിക്ക് പോകണമെങ്കിൽ എന്തിനാണ് മോളെ നോക്കാണ്ട് ജോലിക്ക് പോയത്, എന്തിനാണ് മോളെ വീട്ടിലിട്ടിട്ട് ജോലിക്ക് പോയെന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ടാവും. ജോലി കളഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നേ, കുട്ടി എന്തായാലും വളർന്നോളൂ അല്ലേ എന്ന് ചോദിക്കാനും ആൾക്കാരുണ്ടാവും. അപ്പൊ എന്ത് ചെയ്താലും ചോദിക്കാൻ ആൾക്കാരുണ്ടാവും. നാട്ടുകാരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അതോർത്ത് നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് നമുക്കറിയാമെങ്കിൽ അത് നമ്മൾ ചെയ്യാന്നല്ലാതെ ബാക്കിയുള്ളവരെന്താ ചിന്തിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോട്ടാണ്. അതെനിക്ക് പണ്ട് മുതലേ മമ്മി പറയുമായിരുന്നു, നാട്ടുകാരെന്താന്ന് വെച്ചാൽ പറയട്ടെ, നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പണ്ട് മുതലേ പറഞ്ഞു തരുമായിരുന്നു. കാര്യം വീട്ടിൽ ആണുങ്ങളില്ല, ഞങ്ങൾ 3 പെൺകുട്ടികളായിരുന്ന കാരണം തന്നെ നാട്ടുകാർ കുറെ റൂൾസ് ഇങ്ങനെ ഇമ്പോസ് ചെയ്യാൻ, അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു, നമ്മൾ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് നാട്ടുകാർ ചിന്തിക്കുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങളെല്ലാം ചെറിയ കുട്ടികളായിരുന്നു. അപ്പം മമ്മി പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം എൻ്റെ ചേച്ചിക്ക് മൈക്രോബയോളജി പഠിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ ആൾക്കാർ വന്നിട്ട് എന്തിനാ ടീച്ചറിന് നല്ലത്, കുട്ടി നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫിനാൻഷ്യലി സപ്പോർട്ട് കിട്ടില്ലേ എന്ന് ചോദിച്ച സമയത്ത് മമ്മി ഓപ്പൺലി ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മോക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളതല്ലേ അവൾ പഠിക്കേണ്ടത്, എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് കിട്ടുമെന്ന് ഓർത്തിട്ട് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് ഞാൻ വിടില്ല എന്ന് മമ്മി ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ പറ്റി ചിന്തിക്കുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. അത് മറ്റുള്ളവരെന്നല്ല, ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളായാലും മറ്റു പൊതു സമൂഹമായാലും പലപ്പോഴും സ്ത്രീകൾ ഇങ്ങനെയും ചെയ്യാൻ പാടുള്ളൂ, ഈ വഴിയിലേ പോകാൻ പാടുള്ളൂ അല്ലേ? അതെനിക്ക് കുറേ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാര്യം ഒന്നാമത്തെ കാര്യം, ഞാൻ ജോലിക്ക് ബാംഗ്ലൂർ പോയ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാര്യം ബാംഗ്ലൂർ പോയ പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകും എന്നുള്ളൊരു തോട്ടുള്ളത് കാരണം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ മമ്മീൻ്റെ അടുത്ത് പറയുമായിരുന്നു, എന്തിനാണ് മോളെ ബാംഗ്ലൂർ വിട്ട്, ഇവിടെ ആണെങ്കിൽ വീട്ടിലെ ആണുങ്ങൾ പോലും ഇല്ല, എന്തെങ്കിലും ഒരു ഇത് വന്നാൽ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത് കേട്ടത് ജോലി വിട്ട് കഴിഞ്ഞപ്പോഴാണ്. ജോലി വിട്ടപ്പോൾ മോൾ എന്തിനാണ് ജോലി വിട്ടത്, ഇത്രയും നല്ല സാലറി ഉള്ള ഒരു ജോബ് വിട്ടിട്ട് എന്തിനാണ്? പക്ഷെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ IT ജോബ് ചെയ്യുന്നതിലും എനിക്ക് സന്തോഷം ഉണ്ടാകുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്, ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പ്രോഡക്ട്സ് ആയാലും എല്ലാം ഞാൻ ആദ്യമേ എന്നെ പരീക്ഷിച്ചിട്ട് എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് റിസൾട്ടുള്ള പ്രോഡക്ട്സാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം നല്ലതാണ്. കാര്യം ഭയങ്കര വില കൊടുത്ത് നമ്മൾ ഒരു പ്രോഡക്റ്റ് പുറത്തുനിന്ന് വാങ്ങിയാലും അതിൻ്റെ അകത്ത് നല്ല സാധനങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം നല്ല നല്ല സാധനങ്ങളുള്ളതാണ്, പ്യുവർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് അധികം റേറ്റ് ഇല്ലാതെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പി ആകുമ്പോഴേക്കും നമ്മുടെ ഫാമിലി ഫുള്ളോടെ ഹാപ്പിയാവും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കേശ സംരക്ഷണം അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണം, അതിനായിട്ടാണ് ഈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയത് ആർഷ അല്ലേ? അപ്പോൾ ആർഷ പറഞ്ഞു, അത് ആർഷ എല്ലാം ആർഷ തന്നെ പരീക്ഷിച്ച് നോക്കി ഫലം ഉണ്ടെന്ന് കണ്ടതിന് ശേഷമാണ് അത് വിപണിയിൽ ഇറക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ അത് ഇപ്പം ഞാൻ ചോദിക്കുന്ന
ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സാധാരണ പറയുമ്പോൾ ഇത് ഒരു ആയുർവേദ പ്രോഡക്റ്റ് പോലെ ആണല്ലോ ഇതെല്ലാം. ഇപ്പൊ പച്ചമരുന്നുകളും അങ്ങനെയുള്ളതെല്ലാം കൂട്ടുകൾ. അപ്പൊ ഈ കൂട്ടുകളിൽ അതിന്റെ അളവൊക്കെ നമ്മൾ എങ്ങനെയാ നിശ്ചയിക്കുക? പണ്ട് കാലത്തുള്ള ആൾക്കാർ ഇതിന്റെ അളവ് അങ്ങനെ പ്രോപ്പർലി ഇത്ര അങ്ങനെയല്ലായിരുന്നല്ലോ. അപ്പൊ ഓൾറെഡി വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന സംഭവമാണ്. അപ്പം മമ്മിക്കൊരു അളവ് അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഇതിന്റെ കുറച്ച് കോഴ്സസ് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓൺലൈനിൽ കുറച്ച് ആയുർവേദ കോഴ്സസും ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഓരോന്നിന്റെയും എങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം പഠിച്ചിട്ടാണ് പ്രോപ്പർലി ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ ഷാമ്പുവും കണ്ടീഷണർ ആയാലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് കുറേ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. അപ്പൊ ഏത് ബ്രാൻഡ് എടുത്താലും അതിൻ്റെ അകത്ത് പ്രോപ്പർലി ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മനസ്സിലാവും ഇത് നമ്മുടെ മുടിക്ക് ഭയങ്കര കേടാണത്. മുടി പൊട്ടിപ്പോവാനും മുടി ഡ്രൈ ആവാനൊക്കെ അത് ഭയങ്കര ഇതാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് നാച്ചുറലി ഇതിന്റെ നമ്മുടെ തലയിൽ ശരിക്കും ഓയിൽസ് ഉണ്ട്. അത് പോവാണ്ട് തന്നെ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ നാച്ചുറൽ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ്, അതായത് സോപ്പ് നെറ്റ്, ശിക്കാക്കായ്, ഇങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ പ്രോപ്പർലി പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ശിക്കാക്കായ് പോലുള്ള സാധനങ്ങളൊക്കെ അതെല്ലാം പുറത്തുനിന്ന് വരുത്തേണ്ടി വരുന്നുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, നമ്മള് അവിടെ കിട്ടാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്യുവർ ആയിട്ടുള്ള സംഭവങ്ങൾ അവിടെ എത്തിച്ചു തരാൻ നമുക്ക് കിട്ടാതെ, നമ്മൾ അവിടുത്തെ ഫാമേഴ്സിന്റെ അടുത്തു തന്നെയാണ് എല്ലാം കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ ലാർജ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ എല്ലാം അവിടെ ഉള്ള ഇടുക്കിന്ന് തന്നെയുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ മീൻസ് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ ഈ എണ്ണ, അതിനോടനുബന്ധമായിട്ടുള്ള വസ്തുക്കൾ അല്ലേ, അതെല്ലാം ഉണ്ടാക്കുന്നു, അത് ഉപയോഗിക്കുന്നു. അപ്പൊ എണ്ണയുടെ കാര്യം പറയുമ്പോ ഇപ്പൊ ആശ കാണുമ്പോ എനിക്കറിയാം ആശ പറയുന്നതിൽ സത്യമുണ്ട്, ആശയുടെ മുടി കാണുമ്പോഴും അല്ലെ. അപ്പൊ അത് ഇതിന്റെ പരസ്യങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അതിൻ്റെ അകത്ത് മെയിൻലി ഞാൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കാര്യം ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ആവുമ്പോഴേക്കും ഉണ്ടാക്കുന്ന ആൾക്കാർ അത് എന്താണെന്നുള്ള കാര്യം പ്രോപ്പർലി പറഞ്ഞാലാണ് ആൾക്കാർക്ക് അത് കൺവേ ആവുന്നത്. നോർമൽ പരസ്യം പോലെ മുടിയുള്ള ഒരാളെ കാണിച്ച് ചെയ്തിട്ട് കാര്യമില്ല. കാര്യം നമ്മുടെ ബ്രാൻഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബ്രാൻഡ് എന്താണെന്നുള്ള കാര്യമാണ് നമുക്ക് എത്തിക്കേണ്ടത് ആൾക്കാരിലേക്ക്. അപ്പൊ അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതില് ഈ പ്രത്യേകിച്ചായിട്ട് കെമിക്കൽസ് ഒന്നുമില്ല, എല്ലാം പൂർണ്ണമായിട്ടും ശുദ്ധമായിട്ടുള്ള സാധനങ്ങളാണ് ഈ പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്നതെന്ന് ആശ തന്നെയാണ്, ഞാൻ തന്നെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഇത് ഞാൻ ചെയ്യാൻ വേറൊരു ഈ ഷാമ്പൂവും കണ്ടീഷണറും ഞാൻ റീസെന്റ് ആണ് ലോഞ്ച് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ എത്തിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവിന് ഈ പറഞ്ഞ പോലെ ക്യാൻസർ ആയിട്ട് പുള്ളിക്കാരന് ഒരു കെമിക്കൽസും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴേക്കും എങ്ങനെ എന്ത് ചെയ്യാം, കാര്യം പുറത്തുനിന്നുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റാത്തപ്പം അങ്ങനെ ഞാൻ പഠിച്ച് ഡെവലപ്പ് ചെയ്തതാണ് ഈ ഷാമ്പൂവും കണ്ടീഷണറും. അത് കുറേ നമ്മളൊരു 2 years ട്രയൽ ആൻഡ് എറർ നടത്തിയാണ് ഇപ്പോൾ ഉള്ള ഫോർമുലേഷനിൽ എത്തിയത്. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എളുപ്പമല്ല. ഓയില് ബേസിക്കലി പണ്ട് മുതലേ നമ്മൾ ഉണ്ടാക്കുന്ന കാരണം ഓയിൽ ആദ്യമേ ലോഞ്ചായി, അത് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ പുതിയ പ്രോഡക്റ്റ് ഇറക്കുമ്പോഴേക്കും ഇവർക്ക് നമ്മളിലുള്ള വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണമല്ലോ. നമ്മുടെ ബ്രാൻഡ് 2 വർഷം ഷാമ്പൂവും കണ്ടീഷണറും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതെ, അത് ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് കുറേ തവണ ഞാൻ ഓൾറെഡി പഠിച്ചിട്ട് കുറേ തവണ ട്രയൽ ആൻഡ് എറർ നടത്തി ഇപ്പോഴാണ് നമ്മൾ ഫൈനൽ ഫോർമുലേഷനിൽ എത്തിയിട്ട് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നും ആൾക്കാർക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാവണം എന്നുള്ള കാര്യം എനിക്ക് നിർബന്ധമാണ്. ഇത്തരം പ്രോഡക്ട്സിന് പേറ്റന്റ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ലൈസൻസ് എടുത്തിട്ടുണ്ട്, പേറ്റന്റിനുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്ര വർഷമാവുന്നു? കോവിഡിന്റെ സമയത്ത് തുടങ്ങിയെന്നല്ലേ പറഞ്ഞു? 4 വർഷമാവുന്നു. 4 വർഷം. ഇപ്പൊ ഈ 4 വർഷം കൊണ്ട് സാമാന്യ ഒരു നല്ല രീതിയിലുള്ള ഒരു വരുമാനം കിട്ടി കാണണമല്ലോ? ഉണ്ട്. ഇപ്പൊ ഞാനൊരു IT ജോലി ചെയ്യുമായിരുന്നെങ്കിൽ കിട്ടുന്ന സാലറി എനിക്കിപ്പോ ഇതിന്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക്. ആ ഒരു സന്തോഷം. ഇപ്പൊ കുറച്ചാളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ആളുകൾക്ക് ഉപയോഗവും ഉണ്ടാവുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുന്നു എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം. നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു വസ്തു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു എന്ന് അറിയുമ്പോഴുള്ളൊരു സന്തോഷം, അത് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് സാധാരണ ഒരു ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ്. അതെ, അതായത് ഇത് ആദ്യമായിട്ട് ഞാൻ കൊടുത്ത എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആളിപ്പോഴും എൻ്റെ അടുത്തൊന്ന് വാങ്ങാറുണ്ട്. അതായത് എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 98% ആൾക്കാരും വീണ്ടും വന്ന് നമ്മുടെ അടുത്തുനിന്ന് പ്രോഡക്റ്റ് നല്ലതാണ് ഇനിയും വേണം എന്ന് പറഞ്ഞ് വാങ്ങുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ ആശ ജോസാണ്. കേശ സംരക്ഷണവും സൗന്ദര്യ സംരക്ഷണത്തിനുമുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ആശ ഉണ്ടാക്കി വിൽക്കുന്നത് അല്ലേ? ആശ ഒരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിച്ചെടുത്ത ഒരാളാണ്. കേശ സംരക്ഷണത്തിനൊപ്പം
നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിന് കസ്തൂരി മഞ്ഞൾ, അലോവേര ജെല്ല്, ലിപ് ബാം, ഈ 3 പ്രോഡക്ട്സേ ഉള്ളൂ. അല്ലാതെ വേറെ ക്രീംസിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ല. മെയിൻലി ഹെയർ കെയർ പ്രോഡക്ട്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ കൂടുതലും കേശ സംരക്ഷണത്തിനുള്ള പ്രോഡക്ട്സ് ആണ് ആർഷ ഉണ്ടാക്കി വിൽക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ലിപ് ബാം പോലെയുള്ള സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും ആർഷയുടെ ഒരു IT കമ്പനിയിലെ ജോലി വിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടാക്കിയെടുത്ത ആളാണ് ആർഷ. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ഒരു മാതൃകയാക്കാവുന്ന ഒരാളാണ് ആർഷ. ആർഷയുടെ പ്രോഡക്ട്സ് മാത്രമല്ല, ആർഷയുടെ ചിന്താഗതിയും നമുക്ക് പ്രചോദനമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി അത് വിജയിപ്പിച്ചെടുത്ത ഒരു വനിതയാണ് ആർഷ ജോസ്. അപ്പോൾ താങ്ക് യു ആർഷ. ആർഷയുടെ ജീവിതത്തെക്കുറിച്ച്, ആർഷയുടെ ഈ ബിസിനസ്സിനെ കുറിച്ചൊക്കെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു. ഒത്തിരി സന്തോഷം മാഡം, ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റിയതിലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഹയാത്രികയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ ആർഷ ജോസാണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം രമ്യ കെ പ്രഭ.